കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നതിനുള്ള പ്രമേയത്തിന് അംഗീകാരം നൽകി ഹിമാചൽ പ്രദേശ് നിയമസഭ. നിയമസഭാ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. മരുന്ന് നിർമ്മാണത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ടി കഞ്ചാവ് കൃഷി ചെയ്യാമെന്ന് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സംസ്ഥാനത്തിന് നല്ലൊരു സാമ്പത്തിക സ്രോതസ്സായി മാറുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഹിമാചൽ പ്രദേശ് ബജറ്റ് രേഖകൾ പ്രകാരം 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ ചെലവ് 52,965 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ സംസ്ഥാനത്തിന് 5,479 കോടി രൂപയുടെ കടം തിരിച്ചടയ്ക്കാനുണ്ട്. നിയമസഭാ കമ്മിറ്റി അധ്യക്ഷനും റവന്യൂ മന്ത്രിയുമായ ജഗത് സിംഗ് നെഗി റിപ്പോർട്ടിനെക്കുറിച്ചും കഞ്ചാവ് കൃഷിയുടെ സാധ്യതകളെക്കുറിച്ചും വിശദമാക്കുകയും ചെയ്തു. ജഗത് സിംഗ് നെഗിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് കഞ്ചാവ് കൃഷിയുടെ സാധ്യതകളെപ്പറ്റി പഠനം നടത്തിയത്. ചട്ടം 130 പ്രകാരമാണ് ഈ ആശയം ആദ്യം നിയമസഭയിൽ ഉന്നയിച്ചതെന്നും അതിന് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ലഭിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കമ്മിറ്റി അംഗങ്ങൾ സന്ദർശനം നടത്തി. പ്രാദേശിക ജനങ്ങളുമായി സംസാരിച്ച് കഞ്ചാവ് കൃഷി എങ്ങനെ മരുന്ന് നിർമ്മാണത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാമെന്ന് പരിശോധിച്ചു. ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകളും കമ്മിറ്റി പരിശോധിച്ചു. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നതിന് ജനങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം കഞ്ചാവ് കൃഷിക്ക് കൂടുതൽ അധ്വാനം ആവശ്യമില്ല. അതിനാൽ നമുക്ക് അത് ഔഷധത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. സഭ ഐക്യകണ്ഠേന ഈ പ്രമേയം അംഗീകരിച്ചിരിക്കുകയാണ്. ഈ സംരംഭം മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വ്യാവസായിക ഔഷധ ആവശ്യങ്ങൾക്കായി നിയന്ത്രിതവും പ്രയോജനകരവുമായ രീതിയിൽ കഞ്ചാവ് ഉപയോഗപ്പെടുത്തുന്നതിനാണെന്നും അദ്ദേഹം പറഞ്ഞു. കഞ്ചാവ് കൃഷിക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം മതിയെന്നും വന്യമൃഗങ്ങളുടെ ശല്യം കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ മറ്റ് രോഗങ്ങൾ കഞ്ചാവ് ചെടിയെ ബാധിക്കുന്നതും വളരെ കുറവാണ്. കഞ്ചാവ് കൃഷി ചെയ്യാൻ വലിയ തോതിൽ ഭൂമി ആവശ്യമില്ലെന്നും മന്ത്രി പറയുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ കഞ്ചാവ് കൃഷി ചെയ്യാൻ ചിലർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർശന നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കൃഷിക്ക് അനുമതി നൽകാവുന്നതാണെന്നും കഞ്ചാവിന്റെ ദുരുപയോഗ സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നതിന്റെ സാധ്യതകളെപ്പറ്റി 2023 നടന്ന ബജറ്റ് സമ്മേളനത്തിലും ചർച്ച നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് റവന്യൂ മന്ത്രി ജഗത് സിംഗ് നെഗിയുടെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള MLA-മാർ അണിചേർന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ച കമ്മിറ്റി ഈ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. അതേസമയം കഞ്ചാവിന്റെ ദുരുപയോഗം കർശനമായി തടയണമെന്നും നിർദ്ദേശമുണ്ട്. അതുകൊണ്ടുതന്നെ കൃഷി നടത്താൻ സന്നദ്ധരായവർക്ക് കർശന നിബന്ധനകൾ മുന്നോട്ട് വെക്കണമെന്നും ദുരുപയോഗ സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിയന്ത്രിത കഞ്ചാവ് കൃഷിക്ക് അനുമതിയുള്ള ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ സമിതി അംഗങ്ങൾ സന്ദർശിക്കുകയും ഹിമാചൽ പ്രദേശിലെ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പൊതുജനാഭിപ്രായം ശേഖരിക്കുന്നതിനുമായി ചമ്പ, കാൻഗ്ര, കുളു, മാണ്ഡി, സോളൻ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രതിനിധികളുമായി അവർ കൂടിക്കാഴ്ചകൾ നടത്തുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു. കമ്മിറ്റി ഹിമാചൽ പ്രദേശിലെ എല്ലാ ജില്ലകളിലും സന്ദർശിക്കുകയും കഞ്ചാവ് കൃഷി ഔഷധത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് പ്രദേശവാസികളോട് കൂടിയാലോചിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ വിജയകരമായ മാതൃകകളും ഞങ്ങൾ പഠിച്ചുവെന്നും ഹിമാചൽ പ്രദേശിൽ ഇത് നിയമവിധേയമാക്കുമെന്നും ജഗത് സിംഗ് നേഗി പറഞ്ഞു.